സോ നമ്മുടെ തിരുവല്ല മെഡിക്കൽ മിഷൻ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ്. യങ് അറ്റ് ഹാർട്ട് എന്നാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ പേര്. കാരണം യുവാക്കളിൽ ഈ ഹാർട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു അവയർനെസ് കൊടുക്കാനായിട്ടും, അല്ലെങ്കിൽ ഈ റീസെൻ്റ് ആയിട്ട് നമ്മൾ പല കേസുകളും കാണുന്നുണ്ട്, കുട്ടികളിലേക്ക് ചെറുപ്പക്കാരിൽ ഹാർട്ട് അറ്റാക്ക് കൂടുന്നു എന്നൊക്കെ ഉള്ളത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാമ്പയിനാണ്. ആൻഡ് ഇന്ന് നമ്മൾ ഹൃദയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഡോക്ടർ സാജനാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. ഡോക്ടർ, വെൽക്കം ടു മൈ ഷോ. ഹായ്. സോ ഡോക്ടർ, നമുക്ക് എന്താ പറയുക, ടോപ്പിക്കിലേക്ക് വരുമ്പോഴേക്കും ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഡോക്ടർ ഈ ഹാർട്ട് അറ്റാക്ക്? ഹാർട്ട് അറ്റാക്ക് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. കാരണം പല ടേംസ് നമ്മൾ കേൾക്കാറുണ്ട്. ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്, അങ്ങനെ പലതും കേൾക്കാറുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹൃദയാഘാതത്തെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അത് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഹാർട്ട് പമ്പ് ചെയ്തിട്ടാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും രക്തം കിട്ടുന്നത്. എന്നിരുന്നാലും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഹാർട്ടിന് സ്വയം പ്രവർത്തിക്കാനായിട്ട് രക്തം ആവശ്യമാണ്. അപ്പോൾ ഈ രക്തം ഹാർട്ടിന് കൊടുക്കുന്ന രക്തധമനികളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഈ ഹാർട്ടിലേക്ക് ചെല്ലുന്ന രക്തക്കുഴലുകളിൽ എന്തെങ്കിലും കാരണവശാൽ രക്തക്കട്ട കൊണ്ടോ, അല്ലെങ്കിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് കൊണ്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് കൊണ്ടോ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഹാർട്ടിന് വേണ്ട രക്തം കിട്ടാതെ വരുന്നു. അങ്ങനെ പെട്ടെന്ന് അതിൽ ആ രക്തഓട്ടത്തിനൊരു ബ്ലോക്ക്, ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക്. സോ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് നമ്മുടെ കാർഡിയാക് അറസ്റ്റും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കറക്റ്റ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന, അല്ലെങ്കിൽ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ ചില ഹാർട്ട് അറ്റാക്കുകൾ കാർഡിയാക് അറസ്റ്റിലേക്ക് ലീഡ് ചെയ്യാം. പക്ഷേ കാർഡിയാക് അറസ്റ്റ് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്. കാർഡിയാക് അറസ്റ്റ് പല കാരണങ്ങളും ഉണ്ടാകും. ഉദാഹരണത്തിന് നമുക്കൊന്ന് ഷോക്ക് അടിച്ചാൽ ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ്, ഇപ്പോൾ മിന്നൽ മുരളിക്ക് ഷോക്ക് അടിച്ച് ശക്തി കിട്ടി, ചിലർക്ക് പക്ഷേ ഷോക്ക് അടിച്ച് കഴിയുമ്പോൾ കാർഡിയാക് അറസ്റ്റിലേക്കായിരിക്കാം പോകുന്നത്. അല്ല, ഒരാൾ ഡ്രൗൺ ചെയ്യുന്നു, അപ്പോൾ ഓക്സിജൻ ഓക്സിജൻ ബ്രീത്തിങ് നടക്കുന്നില്ല, അങ്ങനെ ഫംഗ്ഷൻ കുറഞ്ഞിട്ട് അത് കാർഡിയാക് അറസ്റ്റിലേക്ക് നയിക്കാം. അപ്പോൾ ഏതൊരു പ്രോബ്ലവും ഫൈനലി കാർഡിയാക് അറസ്റ്റിലേക്ക് എത്തിപ്പെടാം. ഹാർട്ട് അറ്റാക്ക് കാർഡിയാക് അറസ്റ്റിന്റെ ഒരു കാരണമാണ് എന്നാണ്. ഓക്കെ. പെട്ടെന്നുണ്ടാകുന്ന സിറ്റുവേഷനാണ് ഈ കാർഡിയാക് അറസ്റ്റ്. നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് കാർഡിയാക് അറസ്റ്റ്, ഒരു അനക്കവും ഇല്ലാതെ നിശ്ചലമായിട്ടിരിക്കുന്നു, ആ സിറ്റുവേഷൻ. ഡോക്ടർ, നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് യങ് അറ്റ് ഹാർട്ട് എന്നുള്ളതാണ്. അതായത് ചെറുപ്പക്കാരിൽ ഈ പറഞ്ഞ പോലെ റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറച്ചധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കാണുന്നു. ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, കുഴഞ്ഞു വീഴുന്നു എന്നൊക്കെ ഉള്ളത്. സോ അതിനുള്ളൊരു റീസൺ എന്താണെന്നാണ് ഡോക്ടറിന് തോന്നിയിട്ടുള്ളത്? അച്ചു പറഞ്ഞത് വളരെ കറക്റ്റാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കൂടുതലായിട്ട് ഹാർട്ട് ഡിസീസ് നമ്മൾ കാണുന്നുണ്ട്. നേരത്തെയൊക്കെ ഒരു 60-70 വയസ്സ്, അല്ലെങ്കിൽ 50, അറ്റ്ലീസ്റ്റ് 50 മുകളിലാണ് സാധാരണ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി തന്നെ 19-21 വയസ്സുള്ളവരൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സിറ്റുവേഷൻ. എല്ലാവർക്കും അല്ല, പക്ഷേ അങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനമായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ സ്മോക്കിംഗ് തന്നെയാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ സ്മോക്കിംഗ് ഇപ്പോഴും ഉണ്ട്. പഴയതിൽ നിന്നും സ്മോക്കിംഗ് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇപ്പോഴും സ്മോക്കിംഗ് ഉണ്ട്. അപ്പോൾ സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി യങ്സ്റ്റേഴ്സിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനായിട്ട് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ഈ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്, കോവിഡ് അല്ലെങ്കിൽ കോവിഡിൻ്റെ വാക്സിൻ എടുത്തൊക്കെ ഈ ഹാർട്ട് അറ്റാക്കിലേക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഡോക്ടർ കേട്ടായിരുന്നോ? എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ഇത് ഒരു കോൺട്രവേഴ്ഷ്യൽ ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു വാക്സിനേക്കാൾ ഉപരി കോവിഡ് വൈറസ് തന്നെയാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കോവിഡ് വൈറസിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ശരീരത്തിലെ രക്തക്കൊള്ളികൾ, രക്തക്കൊള്ളികൾ ലൈൻ ചെയ്തിരിക്കുന്ന എൻഡോത്തീലിയം എന്ന് പറഞ്ഞൊരു ലെയർ വെച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ രക്തക്കൊള്ളുണ്ടോ അവിടെയൊക്കെ ഈ സാധനമുണ്ട്. ഇതിനകത്തൂടെയാണ് പലപ്പോഴും ഈ കോവിഡ് വൈറസ് എൻ്റർ ചെയ്യുന്നത്. കോവിഡ് വൈറസ് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ, അതായത് ഈ എൻഡോത്തീലിയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ രക്തക്കട്ട ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ത്രോംബസ് അഥവാ രക്തക്കട്ട ഉണ്ടായിട്ടാണ് കോവിഡ് കഴിഞ്ഞിട്ട് പല ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ എപ്പോഴും അത് ഹാർട്ട് അറ്റാക്ക് തന്നെ ആവണമെന്നില്ല, ഹാർട്ടിലെ രക്തക്കട്ട വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ചില ആൾക്കാർക്ക് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിലെ ബ്ലോക്ക് വന്നിട്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് കയ്യിലോ കാലിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ പല രീതിയിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്മോക്കിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. സോ എങ്ങനെയാണ് സ്മോക്കിംഗ് ഈ പറഞ്ഞ ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നത്? കാരണം ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ്, ഒരു പ്രശ്നമാണ്. നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം. പക്ഷേ എങ്കിലും പല ആളുകളും കൈൻഡ് ഓഫ് ഒരു അഡിക്ഷൻ ആണ് അവർക്കൊക്കെ. സോ അങ്ങനെയുള്ള ആളുകളോട് ഡോക്ടർ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്മോക്കിംഗ് എത്രമാത്രം ഹാർട്ട് അറ്റാക്കിന് ഒരു കോസ് ആവാന്നുള്ളത്? തീർച്ചയായിട്ടും സ്മോക്കിംഗ് എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം നമ്മൾ മൊത്തം എടുത്താലും, ഈ യങ് ആൻഡ് ഹാർട്ട് എടുത്താലും, ഇതിൽ ഏറ്റവും കൂടുതൽ ചെറിയൊരു ആക്ഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പറ്റുന്നത്
സ്മോക്കിംഗ് നിർത്തുന്നതിലൂടെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി തന്നെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് വെസൽസ് തിരിച്ച് നേരത്തെ ഉള്ള പോലെ ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി, അപ്പോൾ അത് ചിലർ ചോദിക്കും ഡോക്ടറെ ഒന്ന് കുറച്ചാൽ മതിയോ, നിർത്തേണ്ട ആവശ്യമുണ്ടോ, കുറച്ചാൽ മതിയോ? അങ്ങനെയല്ല, സ്മോക്കിംഗ് ഏത് ലെവലിലും അത് ഹാംഫുൾ ആണ്. അതുകൊണ്ട് ചിലർ പറയാറുണ്ട് ഡോക്ടർ ഞാൻ വല്ലപ്പോഴേ വലിക്കാറുള്ളൂ, ബാത്റൂമിൽ പോകുമ്പോൾ മാത്രം വലിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മാത്രം. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മാത്രമല്ല സ്മോക്കിംഗ് മൂലം അപകടം ഉണ്ടാകുന്നത്. പാസീവ് സ്മോക്കിംഗ് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഒരു വീട്ടിലെ ഒരു ആള് പുകവലിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ വൈഫ് അല്ലെങ്കിൽ മക്കൾ ഇവരെല്ലാം അത് ബാധിക്കുന്നുണ്ട്. ഈവൻ സ്റ്റഡീസ് ഹാവ് ഷോൺ നമ്മളെ വീട്ടിലൊരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ആ ഗർഭിണിയുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റൊരാളോ, മേ ബി ഫാദറിലോ ഫാദറോ ആരെങ്കിലും സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഗർഭസ്ഥ ശിശുവിനെ വരെ അത് ബാധിക്കാം. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി സ്റ്റോപ്പ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈവൻ ഫീമെയിൽസിൻ്റെ ഇടയിലും സ്മോക്കിംഗ് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിട്ടുണ്ട്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അത് നേരത്തെ ഉള്ളൊരു ട്രെൻഡായിരുന്നു, പിന്നെ അത് മാറി. ഇപ്പം നമ്മളിപ്പോൾ ആ ട്രെൻഡ് ഇവിടെ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. ഒരു ചേഞ്ച് വന്നു, ഒരു അഡാപ്റ്റേഷൻ ഇതൊക്കെ മാറേണ്ട സമയമാണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഒരു പല അസുഖങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ഫാമിലി ഹിസ്റ്ററി ചെക്ക് ചെയ്യാറുണ്ടല്ലോ. കറക്റ്റ്. ഈ പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ എന്താ പറയുക, ലൈക്ക് പൂർവികരിൽ ആർക്കെങ്കിലും അതുണ്ടെന്നുണ്ടെങ്കിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളത്. സോ ഈ ഒരു ഹാർട്ട് അറ്റാക്കിനും അങ്ങനെ ഒരു സംസാരം ലൈക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ജനറ്റിക് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ നമ്മൾ യേശുദാസ് സാറിൻ്റെ ചില പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാം. വിജയ് യേശുദാസ് അദ്ദേഹം ചിലപ്പോൾ പാട്ട് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇത് ആരാ പാടിയോ, ഏകദേശം ഒരുപോലെ ഇരിക്കും. അതുപോലെ നമ്മുടെ മമ്മൂക്കയുടെ കഴിവും സൗന്ദര്യവും ഒക്കെ നമ്മുടെ ദുൽഖർ സൽമാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ കഴിവും ഇതെല്ലാം കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അസുഖങ്ങൾക്കുള്ള റിസ്ക്കും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഹാർട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കും വരും, അയ്യോ ഇനി പേടിച്ച് ജീവിക്കണം, അങ്ങനെയല്ല. പക്ഷേ ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരിൽ, അതായത് നമ്മുടെ പേരൻസിനോ നമ്മുടെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ, അതല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അങ്കിൾസ് ഓൺസ്, ഫസ്റ്റ് ഡിഗ്രി ആ റിലേറ്റീവ്സ്, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്, അതും മൾട്ടിപ്പിൾ ആൾക്കാർക്ക്, ഒരു കുടുംബത്തിൽ തന്നെ പല ആൾക്കാർക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഡെക്സ് പേഷ്യൻറ്റിനും അതിനുള്ള റിസ്ക് കൂടുതലാണ്. വരും എന്നല്ല, പക്ഷെ വരാൻ സാധ്യത കൂടുതലാണ്. സോ ദീസ് പീപ്പിൾ ഷുഡ് ബി ഐഡൻറ്റിഫൈഡ്. അവർക്ക് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ തന്നെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾ ഒരിക്കലും സ്മോക്ക് ചെയ്യാൻ പാടില്ല. അത് ആ പേഷ്യൻ്റ് എപ്പോഴും ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം വളരെ കൺട്രോൾഡ് ആയിട്ട് ഇരിക്കണം. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു ബ്ലഡ് പ്രഷർ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കൊളസ്ട്രോൾ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു നോർമൽ ലെവൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ എങ്ങനെ നമ്മൾ ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാം? അതിൻ്റെ ഒരു നോർമൽ ലെവൽ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടോ? ഓക്കെ. നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഇപ്പം BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇതാണല്ലോ എല്ലാവരും പറയുന്നത്. ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണ്, ഹാർട്ട് ഡിസീസ് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ BP ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു ഡിവൈസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് 2 ഘടകങ്ങളുണ്ട്, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അപ്പോൾ മുകളിൽ തന്നെ നമ്മൾ സിസ്റ്റോളിക് എന്ന് പറയും, താഴത്തെ തന്നെ നമ്മൾ ഡയസ്റ്റോളിക്. 120/80 നമ്മൾ നോർമലായിട്ടുള്ള BP എന്ന് പറയുന്നത്. സാധാരണ പറയുകയാണെങ്കിൽ ശാസ്ത്രം അനുസരിച്ച് ഒരു 140-90 മുകളിലാണെങ്കിൽ നമ്മളതിന് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, അമിത രക്തസമ്മർദ്ദം എന്ന് പറയും. യൂഷ്വൽ ടെർമിനോൾ പല പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. 140 നമുക്ക് എളുപ്പം ഓർക്കാൻ 120/80 നോർമൽ, 140-90 BP ആണ്. ഇതിനിടയിലുണ്ടെങ്കിൽ BP പോകുന്ന ഒരു തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ സാധാരണ നമ്മൾ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 100 അല്ലെങ്കിൽ താഴെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. 126 അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളതിനെ ഡയബറ്റിസ്, പ്രമേഹ രോഗം എന്ന് പറയുന്നത്. ഇതിനിടയ്ക്കുള്ള ഫേസിനെ നമ്മൾ ഇംപയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്ന് പറയും. ഇത് വരാൻ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് എന്നൊക്കെ പറയുമായിരുന്നു. ഡയബറ്റിസ് വരാൻ ചാൻസ് ഉണ്ട്. സോറി, കൊളസ്ട്രോളിൻ്റെ കാര്യം ആണെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ ഉണ്ട്. അത് നോർമലി 200 താഴെയാണ് നോർമലി വരേണ്ടത്. 240 കൂടുതലാണെങ്കിൽ നമ്മളതിനെ ഹൈ കൊളസ്ട്രോൾ എന്ന് പറയും. എന്നാൽ ഈ കൊളസ്ട്രോൾ നമ്മൾ ലൈപ്പിഡ് പ്രൊഫൈൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് കുറേ ഘടകങ്ങൾ കിട്ടും. അത് ഉദാഹരണത്തിന് LDL അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, അത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും, ബാഡ് കൊളസ്ട്രോൾ. അതുപോലെ HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, അത് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയും. പിന്നെ ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, VLDL ഉണ്ട്, അങ്ങനെ പല കണക്കുകളുണ്ട്. അപ്പോൾ അതിൽ LDL ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. നോർമലി 100 താഴെയാണ് വരേണ്ടത്. 130 മുകളിലാണെങ്കിൽ നമ്മൾ ഹൈ ആണെന്ന് പറയും. 190 ആണെങ്കിൽ വെരി ഹൈ, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അവിടെ മോസ്റ്റ്ലി മെഡിക്കേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, ഡോക്ടറെ കാണേണ്ടി വരും, മറ്റു കാര്യങ്ങൾ. പിന്നെ HDL കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ ഐഡിയലി ഒരു 50 അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ, അത് 150 താഴെയാണ് നോർമലായിട്ട് വരേണ്ടത്. 250-250 മുകളിലാണെങ്കിൽ നമ്മൾ ഹൈ ആണെന്ന് പറയുന്നു. 500 മുകളിലാണെങ്കിൽ നമ്മൾ വളരെ ഹൈ എന്ന് പറയും. അപ്പോൾ അതിന് പല കാരണങ്ങൾ കാണാം. അപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാണാം, നമ്മുടെ ഭക്ഷണ രീതിയിലെ വ്യത്യാസങ്ങൾ കാണാം. ആൽക്കഹോൾ കൺസംഷൻ ഈ ട്രൈഗ്ലിസറൈഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. ചില മെഡിക്കേഷൻസിൻ്റെ എഫക്റ്റും ഉണ്ടാകും.
ഇതെല്ലാം നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് നോക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, എനിക്ക് തോന്നുന്നു പല അസുഖങ്ങളുടെ ഒരു ബേസ് റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു ഫുഡ് കൾച്ചറും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും ഒക്കെ ആണല്ലോ. സോ നമ്മളുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഡോക്ടറിന് തോന്നിയിട്ടുള്ളത്? ഓക്കെ, എല്ലാവർക്കും ഉള്ള സംശയമാണ്. അപ്പോൾ ഇതിലൊരു കാര്യമുള്ളത്, ലൈഫ് സ്റ്റൈലും ഡയറ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതിൽ യാതൊരു സംശയമില്ല. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് നമ്മളിപ്പോൾ പണ്ടൊരു മേജർ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ഫറോസ് മമ്മീസ് എടുത്തിട്ട് സയൻറ്റിസ്റ്റ് CT സ്കാൻ ചെയ്തു, ഹാർട്ടിൻ്റെ ബ്ലഡ് വെസലിൻ്റെ ഒക്കെ CT സ്കാൻ ചെയ്തു. അപ്പോൾ അന്ന് കണ്ടു, അതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫറോവൻസ് മമ്മീസിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ ബ്ലോക്കുകളും ഈ കാൽഷ്യം ഡെപ്പോസിറ്റും എല്ലാം ഹാർട്ടിനകത്ത് കണ്ടു. അപ്പോൾ അന്നിപ്പോൾ ഇതൊക്കെ ഉണ്ടായത് നമ്മൾ KFC കഴിച്ചുകൊണ്ടോ മെക്ഡൊണാൾഡ്സ് കഴിച്ചുകൊണ്ടോ ഒന്നും അല്ല. അപ്പോൾ ലൈഫ് സോ അത്രോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഈ ബേസിക് ഡിസീസ് മനുഷ്യൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പക്ഷേ നമുക്ക് എല്ലാ കാര്യത്തിലും പോലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മിതത്വം പാലിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ഭക്ഷണം കഴിക്കാം, പക്ഷെ കഴിക്കുമ്പോൾ അതിൻ്റെതായ ലിമിറ്റിൽ കഴിക്കുക. ഇപ്പോൾ ഭയന്ന് ജീവിക്കുക എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ പ്രാക്ടിക്കലായിട്ട്, കാരണം ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരാഴ്ച കഴിക്കാതിരുന്നോ അല്ലെങ്കിൽ ഒരു മാസം കഴിക്കാതിരുന്നോ ഇതിനൊരു സൊല്യൂഷനല്ല. നമ്മളിതൊക്കെ ലൈഫ് സ്റ്റൈൽ ലോങ് ടേം ആയിട്ട് ഈ ഒരു വർഷങ്ങൾ അല്ലെങ്കിൽ ഡെക്കേഡ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ഓരോ ആൾക്കാരുടെയും അഭിരുചിക്ക് അനുയോജ്യമായിട്ട് ഉള്ള ഡയറ്ററി മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തേണ്ടതാണ്. ഓരോരുത്തരുടെ താല്പര്യം, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ, ഓരോരുത്തരുടെ ജോലി, ഇതെല്ലാം ചേർത്തിട്ടാണ്. അപ്പോൾ ജനറലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഇപ്പോൾ റൈസ്, നമുക്ക് നമ്മുടെ നാട്ടിൽ ചോറ് എല്ലാവർക്കും ചോറ് മീൻകറി അപ്പോൾ നമ്മൾ റൈസ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ റൈസിൻ്റെ അളവ് ഇച്ചിരി ഒന്ന് കുറയ്ക്കുക. ഡെയിലി 2 നേരം ചോറ് കഴിക്കാതിരിക്കുക, ഉച്ചയ്ക്ക് 1 നേരം ചോറ് കഴിക്കുക. ഫിഷ് വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. അത് കഴിയുന്നത്ര ഫ്രൈ അവോയ്ഡ് ചെയ്തിട്ട് കറി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുക. ചിക്കൻ വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ്, അത്യാവശ്യം കഴിക്കാം, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കാം. എഗ്ഗ് ആഴ്ചയിൽ 1-2 ഒക്കെ കഴിക്കാം. ബാക്കി മീറ്റ്, റെഡ് മീറ്റ് ഒക്കെ എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ മാത്രം വർഷത്തിൽ 1-2 തവണ കഴിക്കുക. സ്മോക്കിംഗ്, ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മളെപ്പോഴും പറയുകയും നമ്മളെല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന കാര്യം, റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം. അത് ഓരോരുത്തരുടെ ഫെസിലിറ്റീസ് അനുസരിച്ചും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ചിലരോട് സ്വിമ്മിങ്ങിന് പോകുമെന്ന് പറയും. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലാത്തവരോട് നമ്മൾ വെറുതെ സ്വിം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് അത് പറ്റുമായിരിക്കും, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. സൈക്ലിംഗ് വളരെ, എനിക്കൊന്നും, ഞാൻ ഇപ്പോൾ ആലപ്പുഴയിലാണല്ലോ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ആലപ്പുഴയിൽ സൈക്കിൾ വളരെ സൈക്കിൾ മെയിനാണ്. സൈക്കിൾ ആക്ച്വലി വളരെ നല്ലൊരു, ഞാൻ ആലപ്പുഴ MBBS പഠിച്ചാണ്. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ കൂടെ സൈക്കിളൊക്കെ ഓടിക്കും. ഇപ്പോൾ ഓടിക്കാറില്ല, ഓടിച്ച വർഷങ്ങളായി. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ എക്സസൈസ് മെയിൻലി നമ്മൾ ഫോണിൽ കുത്തുക എന്നുള്ള എക്സസൈസാണ് മെയിനായിട്ട്. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും കുറേയൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്കൂൾസിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ സ്പോർട്സിന് കുറച്ചുകൂടെ ഒരു ടൈമും സ്പേസും അലോക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം അതൊരു കൾച്ചറാണ്. നമ്മുടെ നാട്ടിൽ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇല്ല. ബാക്കി ടീച്ചേഴ്സ് അതെ, അതിലൊക്കെ ഒത്തിരി ദുഃഖം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കളിക്കാനായിട്ട് കാത്തിരിക്കുമ്പോൾ. അപ്പോൾ ഒരു ജനറലി ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ മെയിൽസിന് പലപ്പോഴും സൗകര്യം ഉണ്ടാവും, ഫീമെയിൽസിന് ചിലപ്പോൾ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യമോ ഫ്രീഡമോ പലപ്പോഴും കിട്ടാറില്ല. ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റും എല്ലാം നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മൾ ഒത്തിരി മാറേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും പുരുഷന്മാർക്കാണ് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്, സ്ത്രീകൾക്ക് അതിനുള്ളൊരു എണ്ണം കുറവാണ് എന്നുള്ളത് അങ്ങനെയാണോ ഡോക്ടർ? തീർച്ചയായിട്ടും നമ്മൾ ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മെയിൽസിനാണ് ഫീമെയിൽസിനേക്കാളും ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതൽ. അത് സ്റ്റാറ്റിസ്റ്റിക്കലി അങ്ങനെ തന്നെയാണ്, ചാൻസ് കൂടുതലാണ്. അത് യൂഷ്വലി അങ്ങനെയാണ്. പക്ഷേ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും പറയുമായിരുന്നു കാർഡിയോളജി അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിൽ ഫീമെയിൽ വാർഡുകളൊന്നും ഇല്ല, സ്ത്രീകൾക്കൊന്നും ഹാർട്ടിന് അസുഖം സാധാരണ പണ്ട് അറ്റാക്ക് കേസൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഫീമെയിൽസിന് സെപ്പറേറ്റ് വാർഡ്, റൂം, ICU ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ നോർമലി സ്ത്രീകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത് നമ്മുടെ ഒവേറിയൻ ഹോർമോൺസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ മുതലായ ഹോർമോൺസ്. മെനോപോസ് വരെ നമുക്ക് ഫീമെയിൽസിന് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഹാർട്ടിന് വേണ്ടി ഉണ്ടാകും. അതുകൊണ്ട് ഹാർട്ടിൻ്റെ അസുഖം വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മെനോപോസ് കഴിഞ്ഞാൽ ഫീമെയിൽസിന് മെയിൽസിനെ പോലെ തന്നെ ഹാർട്ടിന് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളത് നമ്മുടെ ഡയബറ്റിസ് ഉള്ള സ്ത്രീകൾക്കാണ്. ഡയബറ്റിസ് ഉള്ള സ്ത്രീകൾക്ക് ഈ മെനോപോസിന് മുമ്പ് തന്നെ നമുക്ക് ആ റിസ്ക് ഉണ്ട്. കാരണം ആ ഹോർമോൺസിൻ്റെ ബെനിഫിറ്റ് ഡയബറ്റിസ് കാരണം അത് ഇല്ലാതാവും. അപ്പോൾ ഡയബറ്റിസ് ഒരു മേജർ റിസ്ക് ഫാക്ടർ തന്നെയാണ്. മറ്റൊരു കാര്യം, ഒരു പ്യുവർലി മെഡിക്കൽ അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടുവരുന്നത്, മാറേണ്ട കാര്യമാണ്, ഒരു വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു മെയിലിന് ഒരു ഹാർട്ടിന് പ്രശ്നം വന്നാൽ പെട്ടെന്ന് അതിന് അത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉടനെ എല്ലാവരും പോവും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യും. സ്ത്രീകൾക്ക് അത് വരുമ്പോൾ നമുക്ക് പലപ്പോഴും അത്ര ഗൗരവം നമ്മുടെ ആൾക്കാർ എടുക്കാറില്ല. അത് നമ്മൾ മാറേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ സിംറ്റംസും കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പലപ്പോഴും ഫീമെയിൽസ് അവർ തന്നെ
ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ച് പലരും പറയാതിരിക്കും. മക്കളോട് പറയത്തില്ല, ഹസ്ബൻഡിനോട് പറയത്തില്ല. അപ്പോൾ നമ്മൾ ഇക്വാലിറ്റി, എല്ലാ കാര്യത്തിലും ഇക്വാലിറ്റി ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും സ്ത്രീ ശക്തി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെയും ഹെൽത്ത് ആക്സസിബിലിറ്റിയിലും ഒരു ഇക്വാലിറ്റി തീർച്ചയായിട്ടും വേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, അതേപോലെ തന്നെ ഈ ഒരു പ്രിവെൻറ്റീവ് കാർഡിയാക് ഹെൽത്ത് ചെക്കപ്പ് അത് എത്രമാത്രം ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്? എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ബൈക്കോ സ്കൂട്ടറോ കാറോ ഒക്കെ ഉണ്ടല്ലോ. ഇത് നമ്മൾ എല്ലാ വർഷവും സർവീസിന് കൊണ്ടുപോകാറുണ്ട്. ആരും വിളിച്ച് പറയേണ്ട കാര്യമില്ല. 1 വർഷമായി അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും, അല്ലെങ്കിൽ നമ്മൾ ഉടനെ കൊണ്ടുപോകും, നമ്മൾ ചെക്കപ്പ് ചെയ്യും. അതിനാരും മടിക്കാറില്ല. വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാനോ സർവീസ് ചെയ്യാനോ ആരും മടിക്കാറില്ല. പക്ഷെ നമ്മുടെ സ്വന്തം ശരീരം നമ്മൾ ഡെയിലി കൊണ്ടു നടക്കുന്ന സാധനം നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അത് നമ്മളെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും നമ്മളും നമ്മുടെ പേരൻസ്, നമ്മുടെ സ്പൗസസ്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ. അപ്പം എവറിത്തിങ് സ്റ്റാർട്ട്സ് സ്മോൾ. അപ്പം നമ്മൾ ലോകം മുഴുവൻ നന്നാക്കുന്ന എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് യു. നമ്മൾ തന്നെ കുറച്ചൊരു വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തണം. ഹെൽത്ത് ചെക്കപ്പ് പ്രിവെൻറ്റീവായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വിൽ നോട്ട് അഡ്വൈസ് ഇപ്പോൾ ഒരു ഭയം കാരണം ചെന്ന് എല്ലാ ടെസ്റ്റും അങ്ങ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ രോഗികളെ സൃഷ്ടിക്കാനല്ല നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ളത്, ആരോഗ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്ന് രോഗിയാക്കാനല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ മടിക്കുന്ന, അയ്യോ ഇത് നോക്കിയാൽ ഇത് കൂടുതലാണെങ്കിൽ പിന്നെ പ്രശ്നമാവും, മരുന്ന് കഴിക്കേണ്ടത്. അങ്ങനെയല്ല, പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ടെസ്റ്റുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിനേക്കാൾ ഏറ്റവും പ്രധാനം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് ആദ്യം നമ്മുടെ ജനറൽ ഹെൽത്ത് സ്റ്റാറ്റസ് നമ്മൾ അസസ് ചെയ്യുക. നമുക്ക് ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, നമ്മുടെ വെയിറ്റ് അഡിക്വേറ്റ് ആണോ, ഒബീസ് ആണോ, നമുക്ക് ഓവർ വെയിറ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് BP എത്രയാണ്, ഷുഗർ എത്രയാണ്, കൊളസ്ട്രോൾ എത്രയാണ്, ബേസിക് വാല്യൂസ് ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ്, അതായത് ഈ പറഞ്ഞ അസുഖങ്ങളുടെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ. അപ്പോൾ നടക്കുമ്പോൾ ഓക്കെ ആണോ, കിതപ്പുണ്ടോ, കയറ്റം കയറുമ്പം വിമിഷ്ടമുണ്ടോ, നെഞ്ചിനകത്ത് ഭാരമുണ്ടോ. അപ്പോൾ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്നതാണ് സാറേ, ഈ വർഷം പോയപ്പോൾ എനിക്ക് മുഴുവൻ കയറാൻ പറ്റിയില്ല, പകുതിയായപ്പോൾ നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ചിലർ പറയും, ചെറുപ്പക്കാർ, ഇപ്പോൾ നമ്മൾ ഈ അങ്ങനെ പറ്റി പറയുകയാണെങ്കിൽ ചിലർ പറയും ഷട്ടിൽ കളിക്കാൻ 1 കൊല്ലമായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്, കഴിഞ്ഞൊരു മാസമായിട്ട് എനിക്ക് ഫുൾ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുന്നവരാണെങ്കിൽ പണ്ട് ഞാൻ 4 കിലോമീറ്റർ ചവിട്ടുമായിരുന്നു, ഇപ്പോൾ എനിക്ക് 1/2 കിലോമീറ്റർ ആകുമ്പോൾ പറ്റുന്നില്ല, ഇടയ്ക്കൊന്ന് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സിംറ്റംസ് ഒരിക്കലും നമുക്ക് ഒരു ഇൻട്രാക്ഷൻ, ഒരു ഹെൽത്ത് കെയർ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ ഈ സിംറ്റം പറയാനോ ഉള്ള അവസരവും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ സിംറ്റം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ടെസ്റ്റിനേക്കാളും എല്ലാം ഇമ്പോർട്ടൻറ്റ് സിംറ്റം അസസ്മെൻ്റ് ആണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നു, BP നോക്കുന്നു, ഐഡിയൽ വെയിറ്റ് നോക്കുന്നു. പിന്നെ കാർഡിയാക് ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് ECG, ബേസിക് ആയിട്ടുള്ള ടെസ്റ്റാണ്. ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാമാണ്. നമ്മുടെ ഹാർട്ട് ഒരു സെൽഫോണും ഈ എക്യുപ്മെൻ്റ് എല്ലാം പോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി വെച്ചാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മൾ ECGയിൽ കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഏകദേശം കുറേ കാര്യങ്ങൾ മനസ്സിലാവും. എന്ന് വെച്ചാൽ ECG നോർമലാന്ന് വെച്ചിട്ട് ഒരിക്കലും ബ്ലോക്ക് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ECG അബ്നോർമൽ ആണെങ്കിൽ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് എക്കോ കാർഡിയോഗ്രാം എന്ന് പറയും. അതെന്ന് വെച്ചാൽ സിംപ്ലി ഹാർട്ടിനെ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ അറിയാൻ പറ്റും, ഹാർട്ടിൻ്റെ ഘടന, അതിൽ പമ്പിങ് ഫംഗ്ഷൻ എങ്ങനെയുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ സംശയമുള്ള രോഗികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും, TMT ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ്, നമ്മൾ ബെൽറ്റിൽ ഇങ്ങനെ ഓടിച്ചിട്ട് ECG കണക്ട് ചെയ്തിട്ട് ആദ്യം ഇപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എങ്ങനെയാണോ ECG, ഓടുന്ന സമയത്ത് ECG എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഓടുന്നതെന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ടിനൊരു ഡിമാൻഡ് വരുമ്പോൾ ഹാർട്ട് എത്രത്തോളം അത് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനാണ്. അപ്പോൾ ഓടുമ്പോൾ ബേസിക് ECGയും ഓടുമ്പോൾ ഉള്ള ECG ഏകദേശം ഒരേ ഷേപ്പ് ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ നമ്മൾ കൈ കൊടുത്ത് ഹാപ്പി ആയിട്ട് പിരിയും. പക്ഷേ അത് ഓടുന്ന സമയത്ത് ECGക്കകത്ത് വേരിയേഷൻസ് വരികയാണെങ്കിൽ നമ്മളതിനെ TMT പോസിറ്റീവ് എന്ന് പറയും. വേരിയേഷൻ ഇല്ലെങ്കിൽ TMT നെഗറ്റീവ് എന്ന് പറയും. TMT പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അഡീഷണൽ ടെസ്റ്റിങ്ങിലേക്ക് പോകേണ്ടി വരും. എന്ന് വെച്ചാൽ TMT പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അയ്യോ ജീവിതം പോയി, ബ്ലോക്കായി, അങ്ങനെയല്ല. TMT പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ബാക്കി ചെക്കപ്പ് ചെയ്തിട്ടാണ് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. ചില ആൾക്കാർക്ക് ബ്ലോക്ക് ഇല്ലാതെ തന്നെ മറ്റു കാരണങ്ങൾ കൊണ്ട് TMTയിൽ ചില വേരിയേഷൻസ് വരാം. അപ്പോൾ ഒരിക്കലും എപ്പോഴും ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് ഡോക്ടർ എല്ലാം നമ്മൾ ABCD കഴിഞ്ഞിട്ട് EFGHലോട്ട് പോകാം. അപ്പോൾ അതുപോലെ ബേസിക് ആയിട്ട് ഡോക്ടറെ കാണുക, സിംറ്റംസ് പറയുക, റിസ്ക് അസസ് ചെയ്യുക, ബേസിക് ടെസ്റ്റുകൾ ചെയ്യുക, ECG, എക്കോ, ആവശ്യമുണ്ടെങ്കിൽ TMTയിലേക്ക് പോവുക, അങ്ങനെ പോകുക. അല്ലാതെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് എന്നാൽ ഞാൻ ഇതെല്ലാം ടെസ്റ്റും ചെയ്ത് ഞാൻ ഡോക്ടറെ പോയി കാണാം എന്ന് പറയുന്നതിൽ
വലിയ അർത്ഥമില്ല. അർത്ഥമില്ല. ഓക്കെ. ദെൻ ഡോക്ടർ, ഈ ഒരു യങ് അറ്റ് ഹാർട്ട് എന്നുള്ളൊരു ക്യാമ്പയിൻ്റെ ഒരു ഫൈനൽ മെസ്സേജ് ആയിട്ട് ഡോക്ടറിന് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണ്? ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും യങ് ആണല്ലോ. അപ്പോൾ യങ് ആൾക്കാർക്ക് എപ്പോഴും ഫൺ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ടൺ കണക്കിന് ഫൺ. അപ്പോൾ ടൺ കണക്കിന് ഫണ്ണിൻ്റെ കൂടെ ടൺ കണക്കിന് ഹെൽത്തും വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മളും നമ്മുടെ ഹാർട്ടും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഹാർട്ടും ഇതെല്ലാം വളരെ സ്പെഷ്യലാണ് നമുക്ക്. അപ്പോൾ അതെല്ലാം സംരക്ഷിക്കാനായിട്ട് വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ്, ഭയമല്ല ആവശ്യം, നമ്മൾ അവയർനെസ്, റിയൽ അവയർനെസ്. നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ പല സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് തെറ്റ്, ഇതൊന്നും നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ ഫോളോ ചെയ്യുക, അവയർനെസ് ഉണ്ടാവുക, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മെഡിക്കൽ അഡ്വൈസ് എടുത്തുകൊണ്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും മറ്റു കാര്യങ്ങളെല്ലാം മോഡിഫൈ ചെയ്യുക. മെഡിക്കേഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ മെഡിക്കേഷൻ എടുക്കുക. മെഡിക്കേഷൻ ഇല്ലാതെ ചില കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലും ഡയറ്റും കൊണ്ട് മോഡിഫൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുമെങ്കിൽ ആ രീതിയിലേക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് സിമ്പിൾ, പവർഫുൾ ആൻഡ് റോബസ്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും ഇരിക്കട്ടെ. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു അച്ചു. യു ഹാവ് ഗോട്ട് എ വെരി ഗുഡ് സ്മൈൽ. താങ്ക് യു. സോ എനിവേ ഡോക്ടർ, എനിക്ക് പറയാനുള്ളത് ഒരുപാട് എന്താ പറയുക, ഹൃദയങ്ങളെ കെയർ ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക ഹെൽത്തി ആയിട്ടിരുത്താനും സാധിക്കട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തത്. താങ്ക് യു സോ മച്ച്.